റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം. നാറ്റോയെ നിരീക്ഷിക്കാൻ മാത്രമല്ല, റഷ്യയ്ക്ക് നേരെയുള്ള ആണവായുധ ആക്രമണം തടയാനും റഷ്യ അവരുടെ നാട് മുഴുവനും റഡാർ സംവിധാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ റഡാർ സംവിധാനങ്ങൾക്ക് യൂറോപ്യൻ ഭൂഖണ്ഡം മുഴുവനും സ്കാൻ ചെയ്യാൻ സാധിക്കും. ശക്തിയിലും കാര്യക്ഷമതയിലും ഇതെല്ലാം പ്രധാനപ്പെട്ട റഡാർ സ്റ്റേഷനുകളാണ്. അതിൽ ഉക്രൈൻ ഒരു റഡാർ സ്റ്റേഷനിൽ വൻ ആക്രമണം നടത്താൻ ശ്രമിച്ചു. ഇതിൽ ചില നാശനഷ്ടങ്ങൾ ആ റഡാർ സ്റ്റേഷന് സംഭവിച്ചതായും അറിയിപ്പ് നൽകി. ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞ 23-നാണ് സംഭവിച്ചത്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നലെയാണ് പുറത്തു വന്നത്. ഇത് അറിയാൻ കഴിഞ്ഞതും അമേരിക്ക ഉക്രൈന് ഒരു വലിയ മുന്നറിയിപ്പ് നൽകി. ഇത് നിങ്ങൾക്ക് നല്ല ഫലം നൽകില്ല, ഇത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റും. ഈ ആക്രമണം എങ്ങനെ സംഭവിച്ചു? ഇത് കാരണം റഷ്യയ്ക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടാകും? ഇത് കാരണം ഉക്രൈൻ റെഡ് ലൈൻ കടക്കുമോ? ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി കാണാം. റഷ്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഷീൽഡ്. ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം റഷ്യ 14 മുതൽ 16 പ്രധാന റഡാർ സ്റ്റേഷനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് റഷ്യയ്ക്കൊരു കവചം സൃഷ്ടിച്ചതുപോലെയാണ്. ആണവ ഭീഷണികൾ മാത്രമല്ല, റഷ്യയ്ക്ക് നേരെയുള്ള മിസൈൽ ആക്രമണം തടയാനും ഈ റഡാറുകൾക്ക് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. അടുത്ത് റഷ്യ 2 റഡാർ സ്റ്റേഷനുകൾ കൂടെ നിർമ്മിക്കുന്നുണ്ട്. മൊത്തത്തിൽ 16 സ്ഥലങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്, ന്യൂക്ലിയർ ഷീൽഡ് ഇവയ്ക്കായി റഷ്യ റഡാർ സ്റ്റേഷനുകൾ നിർമ്മിച്ചു. ഇവയിൽ ക്രോസ്നോദർ മേഖലയിലെ അരാംവീർ റഡാർ സ്റ്റേഷൻ റഷ്യയുടെ ഒരു പ്രധാന സ്റ്റേഷനാണ്. കാരണം ഈ റഡാർ സ്റ്റേഷനിലെ 6000 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഏത് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചാലും അല്ലെങ്കിൽ റഷ്യക്കെതിരെ ഏതെങ്കിലും ആണവ മിസൈൽ വിക്ഷേപിച്ചാലും അത് റഷ്യയെ കൊണ്ട് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. 6000 കിലോമീറ്റർ എന്നത് ആ ഒരു മേഖലയിലെ റഷ്യയ്ക്ക് അടുത്തുള്ള എല്ലാ നാറ്റോ ബേസസ്, നാറ്റോ നാടുകളെയും ഈ റഡാറിന് കവർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രധാന റഡാർ സ്റ്റേഷനിൽ കഴിഞ്ഞ 23-ന് ഒരു സുപ്രധാന ഡ്രോൺ ആക്രമണത്തിന് ഉക്രൈൻ പദ്ധതിയിട്ടു. ഈ ആക്രമണം വിജയകരമായോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഇതിന് ഉക്രൈന് ഭാഗികമായ ഒരു വിജയം കിട്ടിയിട്ടുണ്ട്. മാരിയൂപോളിൽ നിന്ന് നോക്കിയാൽ 5000 കിലോമീറ്ററിലധികം അകലെയുള്ള ഈ റഡാർ സ്റ്റേഷനിൽ ഇത്രയും ദൂരത്തിൽ നിന്നും ആക്രമിക്കാൻ കഴിവുള്ള ആയുധങ്ങൾ, ഡ്രോണുകൾ ഉക്രൈനുണ്ട്. ഈ ഡ്രോണുകൾ ഉക്രൈൻ തന്നെ നിർമ്മിച്ചതാണ്. ഇതുപയോഗിച്ച് ആക്രമിക്കാൻ നോക്കിയപ്പോൾ പല ഡ്രോണുകളെയും റഷ്യ വെടിവെച്ച് വീഴ്ത്തി. ഇതിനപ്പുറം 2 ഡ്രോണുകൾ ഈ ഒരു റഡാർ സ്റ്റേഷനിൽ, അതായത് കമാൻഡ് യൂണിറ്റ് കെട്ടിടത്തിന് മുകളിൽ വീണ് പൊട്ടിത്തെറിച്ചു. ഇതിന് ആ കെട്ടിടത്തിന് ഭാഗികമായ ചില കേടുപാടുകളും സംഭവിച്ചു. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ അവകാശപ്പെട്ടത് 1800 കിലോമീറ്ററിലധികം ദൂരത്തിൽ നിന്ന് റഷ്യ ആക്രമിച്ചതായി ഉക്രൈൻ അവകാശപ്പെട്ടു. തങ്ങൾക്ക് ഡ്രോണുകളുടെ വൻ കപ്പാസിറ്റി ഉണ്ടെന്നും ഉക്രൈൻ അവകാശപ്പെട്ടു. ഇത് വലിയ വാർത്തയായി ഉക്രൈൻ കാണിച്ചു. റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈൻ ശ്രമിച്ചു എന്നുള്ളത് വലിയ വാർത്തയാണെങ്കിലും ഈ ഡ്രോണുകൾ 1800 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടൊന്നുമില്ല. ഗൂഗിൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ റഡാർ സ്റ്റേഷൻ മാരിയൂപോളിൽ നിന്നും 500 കിലോമീറ്റർ മാത്രം അകലെയാണ്. റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈൻ ശ്രമിക്കുന്നത് തന്നെ റഷ്യയ്ക്ക് വലിയൊരു സെക്യൂരിറ്റി ത്രെഡാണ്. നാറ്റോയെ നേരിടാൻ റഷ്യ അവരുടെ എല്ലാ പ്രദേശങ്ങളിലും 16 റഡാർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. അതിൽ ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇത് ബ്ലാക്ക് സീയോട് ചേർന്നിരിക്കുന്ന നാറ്റോ ബേസസ്, ആ നാടുകളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റഡാർ സ്റ്റേഷനാണ്. ഈ റഡാർ സ്റ്റേഷൻ കുറച്ച് ദിവസത്തേക്ക് ഓഫ്ലൈനിൽ പോയാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടും. പ്രധാനമായും ഇത് റഷ്യയുടെ ആണവ പ്രതിരോധത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. ഇതുപോലെ മറ്റൊരു റഡാർ സ്റ്റേഷൻ ആക്രമിക്കാൻ ഉക്രൈന് അധിക സമയം ആകില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. റഷ്യയുടെ ബാലിസ്റ്റിക് ആണവ പ്രതിരോധ സംവിധാനം ഇപ്പോൾ എത്രത്തോളം ഭീഷണിയിലാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റഷ്യ ഇതുവരെയും ഔദ്യോഗികമായ വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഒരു യൂണിറ്റിന് ചെറിയ തോതിലുള്ള കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ വലിയ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. ഇത് റഷ്യയ്ക്ക് ഇതുവരെ സംഭവിച്ചതിൽ ഒരു നല്ല കാര്യമാണ്. ഇതിന് അമേരിക്ക പറഞ്ഞത് റഷ്യയുടെ പ്രദേശത്ത് ഉക്രൈൻ സ്വന്തം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ശരി, ഓക്കെ, അത് അവരുടെ ആഗ്രഹമാണ്. റഷ്യ ഉക്രൈനെ ആക്രമിക്കണം, ഉക്രൈൻ റഷ്യയെ തിരിച്ചാക്രമിക്കണം. എന്നാൽ വിദേശ നിർമ്മിത ആയുധങ്ങൾ നമ്മുടെ പ്രദേശത്തെ ആക്രമിക്കരുത് എന്നതാണ് റഷ്യയുടെ റെഡ് ലൈൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിക്കുമ്പോൾ അത് വലിയ സംഭവങ്ങൾക്ക് ഒരു തുടക്കമായേക്കാം. എങ്ങനെയാണോ പേൾ ഹാർബർ ആക്രമണം അമേരിക്കയിൽ ഒരു വലിയ സംഭവത്തിന് തുടക്കമിട്ടതുപോലെ റഷ്യയ്ക്ക് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റഷ്യ വേഴ്സസ് നാറ്റോ, റഷ്യ വേഴ്സസ് അമേരിക്ക, ഇങ്ങനെ വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ റഷ്യയ്ക്ക് ഉക്രൈനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ ഉക്രൈൻ പോലുള്ള ഒരു രാജ്യം റഷ്യയുടെ റഡാറിൽ അറ്റാക്ക് നടത്തിയാൽ, അതും മറ്റു ശത്രുക്കളെ നേരിടാൻ വെച്ചിട്ടുള്ള റഡാർ സംവിധാനത്തിൽ അറ്റാക്ക് നടത്തിയാൽ, അത് റഷ്യയുടെ റെഡ് ലൈൻ ഉക്രൈൻ കടക്കുന്നതിന് തുല്യമാണ്. അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കാൻ ഉക്രൈനെ ഉപദേശിക്കുക മാത്രമല്ല,
അത്തരം തീരുമാനങ്ങൾ യുദ്ധത്തിൽ റഷ്യയ്ക്ക് മാത്രമേ ഗുണം ചെയ്യൂ എന്നും ഉക്രൈന് ഒരു മുന്നറിയിപ്പ് നൽകി. ഇന്നലെ കീവ് ഇൻഡിപെൻഡന്റ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. നാറ്റോ പറഞ്ഞത്, ഞങ്ങൾ എത്രയും വേഗം ഒരു സ്ഥിരമായ ഘടന സൃഷ്ടിക്കാൻ പോകുന്നു. കാരണം ഞങ്ങൾ ഉക്രൈനിലേക്കുള്ള എല്ലാ വിതരണങ്ങളും സപ്ലൈ ചെയിൻസ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നു. വിതരണം വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല. അതേസമയം ഞങ്ങളൊരു ഫ്ലോയിൽ പോകാൻ ഒരു സ്ഥിര ബോഡി സൃഷ്ടിക്കാൻ പോകുന്നു. ഉക്രൈന് തടസ്സങ്ങളൊന്നും ഇല്ലാതെ സഹായം ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്നും നാറ്റോ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈയൊരു യുദ്ധം ഉടൻ അവസാനിക്കില്ല എന്നതാണ് അർത്ഥം. ഇത്തരമൊരു സ്ഥിര ഘടന സൃഷ്ടിച്ചാൽ അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം തന്നെ യുദ്ധം വർദ്ധിപ്പിക്കുക എന്നതാണ്. അമേരിക്കൻ കമ്പനികളുടെ ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരേ ഒരു കാരണം. യുദ്ധം നീണ്ടുപോകുന്നതല്ല, അതിനെ നീട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഈ രണ്ട് വാക്കുകൾക്കും നിരവധി വ്യത്യാസങ്ങളുണ്ട്. അടുത്തതായി നാറ്റോയ്ക്ക് ഒരു അഭ്യർത്ഥന വീണ്ടും വന്നിട്ടുണ്ട്. ബിൽഡിൽ നിന്നാണ് ഈ ഒരു വിവരം വന്നത്. അതിൽ പറഞ്ഞത്, നാറ്റോ എത്രയും പെട്ടെന്ന്, അതായത് ഉക്രൈനുമായി ചേർന്നിരിക്കുന്ന നാറ്റോ കൺട്രീസ് അവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം അടുത്ത ചില മാസത്തിൽ പ്രയോജനപ്പെടുത്തി റഷ്യയുടെ മിസൈലിൽ നിന്നും ഉക്രൈനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്നുള്ള ഒരു വിവരം പുറത്തു വന്നു. ഇത് ശരിയാണെങ്കിൽ റഷ്യയുടെ മിസൈലിനെ പ്രതിരോധിക്കാൻ നാറ്റോയുടെ മിസൈൽ ഉക്രൈന്റെ വ്യോമാതിർത്തിയിൽ വികസിപ്പിച്ചാൽ അന്ന് തന്നെ റഷ്യയുടെ മിസൈൽ നാറ്റോയ്ക്കെതിരെ നാറ്റോ കൺട്രീസിൽ പതിക്കും. ഇതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വിവരം നാറ്റോയിൽ നിന്ന് തന്നെ വന്നതാണ്. ഇപ്പോൾ ഉക്രൈനിലേക്ക് നാറ്റോ സൈനികരെ അയക്കാനുള്ള യാതൊരു ആശയവുമില്ല. ഭാവിയിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ യാതൊരുവിധ ഐഡിയയും ഇല്ല എന്നും അവർ പറഞ്ഞു. എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തന്നെ പറയുക. റഷ്യയുടെ റേഡാർ സ്റ്റേഷൻ ഉക്രൈൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു, ഭാഗികമായി തകർന്നു. ഇത് യുദ്ധത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും? ഒരുപക്ഷെ ഇത് റഷ്യയുടെ റെഡ് ലൈൻ ഉക്രൈൻ ക്രോസ് ചെയ്യാനുള്ള അവസരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.